ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 പാർട്ട് 5 ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PH, POH എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. അതിൻ്റെ തിയറി, അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കി. ഇന്നത്തെ സെഷനിൽ നമുക്ക് PHുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് മാത്രമാണ് നോക്കാനുള്ളത്. നമുക്ക് എക്സാമിന് സാധാരണ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളതാണ്. ഒരു സൊല്യൂഷൻ്റെ PH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ, PHനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ്റെ PH കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോബ്ലംസിലേക്ക് വരാം. ഇവിടെ കുറച്ച് സിമ്പിൾ പ്രോബ്ലംസാണ് നമ്മൾ ആദ്യം തന്നേക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ PH ഓഫ് എ സൊല്യൂഷൻ വിത്ത് എ ഗിവൺ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. നമ്മൾക്ക് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ച് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ്റെ PH കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം എ, കോൺസെൻട്രേഷൻ ഓഫ് H+. നമ്മൾ പറഞ്ഞു ഒരു ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അതിനകത്ത് H+ എന്ന് എഴുതിയാൽ വായിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നാണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ ഇസ് ഈക്വൽ ടു 0.1 മോളാർ. H+ൻ്റെ കോൺസെൻട്രേഷൻ 0.1 മോളാർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പോൾ PH കാൽക്കുലേറ്റ് ചെയ്യുന്നത്? PHൻ്റെ ഇക്വേഷൻ PH ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. ഓൾറെഡി നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 0.1 ആണ്. നമ്മൾ അത് അതേപോലെ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് ലോഗ് H+ എന്നുള്ളിടത്ത് നമ്മൾ എന്തെഴുതും? 0.1 എഴുതും. എന്നിട്ട് നമ്മളുടെ കാൽക്കുലേറ്ററിൽ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എടുക്കാം. ജസ്റ്റ് ആ ഇക്വേഷൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ദാറ്റ് മീൻസ് ആദ്യം ഒരു മൈനസ് സൈൻ പ്രസ് ചെയ്യുക കാൽക്കുലേറ്ററിൽ, പിന്നെ ലോഗ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനുശേഷം 0.1 എന്ന് ടൈപ്പ് ചെയ്യാം. ഈക്വൽ ടു ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 1. 0.1 മോളാറാണ് കോൺസെൻട്രേഷൻ എങ്കിൽ PH ഇസ് ഈക്വൽ ടു 1. രണ്ടാമത്തെ ചോദ്യം അതേപോലെ, കോൺസെൻട്രേഷൻ ഓഫ് H+ ഇസ് ഈക്വൽ ടു 0.001 മോളാർ. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യാം, 0.001 എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് 10ൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതാം. 0.001 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1000 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻³ ശരിയല്ലേ? 10 എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒറ്റ നമ്പർ. 10⁻1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10. 10⁻2 എന്ന് പറഞ്ഞാൽ 100. 10⁻3 എന്ന് പറഞ്ഞാൽ 1000. ഇനി അവിടെ മൈനസ് വരികയാണെങ്കിലോ, 10⁻1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/10. അതുപോലെ 10⁻2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/100. 10⁻3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/1000. ഓക്കെ, അപ്പോൾ ഇവിടെ 1/1000 ആണ് 0.001 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക 10ൻ്റെ മൾട്ടിപ്പിളാക്കി എഴുതുമ്പോൾ ഇറ്റ്സ് 10⁻3. അല്ലെങ്കിൽ ഇങ്ങനെയും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടാണ്? 1,0,0,1 മൂന്നാമത്തെ നമ്പറാണ് അല്ലേ? സോ 10⁻3. ഇനി 0.01 ആണെങ്കിൽ 0 കഴിഞ്ഞിട്ട് 2 വേണം. 0.01 ആണെങ്കിൽ 10⁻2. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, ചെറിയ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 10⁻3. ഇനി അതേപോലെ PHൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. PH ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നുള്ളിടത്ത് നമ്മൾ അടുത്ത താഴെ ഇക്വേഷനിൽ 10⁻3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് വിൽ ബി ഗെറ്റിംഗ് PH ഇസ് ഈക്വൽ ടു 3. നെക്സ്റ്റ് വൺ, H+ ഇസ് ഈക്വൽ ടു 10⁻8. ഇതേപോലെ തന്നെ സെയിം കാര്യങ്ങൾ തന്നെ ഈ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുക. മൈനസ് ലോഗ് 10⁻8. നമുക്ക് PH 8 എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ എല്ലാ പ്രോബ്ലംസും ജസ്റ്റ് H+ തരുവാണെങ്കിൽ നമുക്ക് ഈസിയാണ്. നമ്മളുടെ ഇക്വേഷനിലേക്ക് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് PH വാല്യൂ ഈസി ആയിട്ട് കിട്ടും. രണ്ടാമത്തെ പ്രോബ്ലം, എ സൊല്യൂഷൻ ഹാസ് OH- concentration is equal to 0.001 mol per liter. Calculate its PH. മോൾ പെർ ലിറ്ററും ഒക്കെ നമുക്ക് കോൺസെൻട്രേഷൻ തന്നെയാണ്. മൊളാരിറ്റി, മോൾ പെർ ലിറ്റർ ഒക്കെയാണ് നമുക്ക് സാധാരണ കോൺസെൻട്രേഷൻ തരിക. നോർമാലിറ്റി വരാറുണ്ട്, പക്ഷെ ഇപ്പോൾ യൂഷ്വലി ചോദിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ നോർമാലിറ്റി കാര്യങ്ങൾ നോക്കുന്നില്ല. മൊളാരിറ്റിയിലോ അല്ലെങ്കിൽ മോൾ പെർ ലിറ്ററിലോ ആണ് നമുക്ക് സാധാരണ രീതിയിൽ കോൺസെൻട്രേഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ OH- കോൺസെൻട്രേഷനാണ് തന്നിരിക്കുന്നത്. OH- കോൺസെൻട്രേഷൻ എത്രയാണോ ക്വസ്റ്റ്യനിലുള്ളത്? 0.001. ഇനി നമ്മൾ എന്ത് ചെയ്യണം? PH കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ ഡയറക്റ്റ് തന്നിരുന്നു. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു.
ഇവിടെ എച്ച് പ്ലസ് അല്ല തന്നത്, OH- ആണ് തന്നത്. OH- എത്രയാണ്? 0.001, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 10⁻³ OH- തന്നാൽ നമ്മൾ PH ആണോ POH ആണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? OH- തന്നാൽ നമുക്ക് POH ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. POHൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? POH is equal to -log concentration of OH-. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ OH- കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് POH കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. POH is equal to -log concentration of OH-. കോൺസെൻട്രേഷൻ ഓഫ് OH- നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.001 അല്ലെങ്കിൽ 10⁻³ നമ്മളത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -log 10⁻³ എന്ന്. അങ്ങനെ നമുക്ക് POH വാല്യൂ എത്ര കിട്ടി? 3 കിട്ടി. POH ആണ് അല്ലേ, നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് PH ആണ്, പക്ഷെ നമുക്കിവിടെ POH വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം നമുക്ക് തന്നിരിക്കുന്നത് OH- കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെ OH- കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് നമ്മൾ POH കണ്ടുപിടിച്ചു. ഇനി എങ്ങനെയാണ് PH കണ്ടുപിടിക്കുക? നമുക്ക് റിലേഷൻ ഉണ്ട്, PHും POHും തമ്മിൽ റിലേഷൻ. PH + POH is equal to 14. PHും POHും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 14 കിട്ടണം അല്ലേ. സോ PH കാണാനുള്ള ഇക്വേഷൻ എന്താണ് അതിനകത്തുനിന്ന്? 14 - POH. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 14 - POH നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് 3. 14 - 3 is equal to 11. ഓക്കെ, അപ്പോൾ OH- കോൺസെൻട്രേഷൻ തന്നാൽ നമ്മൾ ആദ്യം POH കാൽക്കുലേറ്റ് ചെയ്യും, അതിനുശേഷം PH കാൽക്കുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു 0.1 മോളാർ HCl സൊല്യൂഷൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ. 0.1 മോളാർ HCl സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് H+ കോൺസെൻട്രേഷനോ OH- കോൺസെൻട്രേഷനോ ഒന്നുമല്ല തന്നത്. പകരം നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, HCl എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് PH കാൽക്കുലേറ്റ് ചെയ്യണം. ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.1 മോളാറാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഇങ്ങനെ തരുമ്പോൾ നമുക്ക് ആദ്യം ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനാണ് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിയാലേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? PH കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. കാരണം PHൻ്റെ ഇക്വേഷൻ എന്താണ്? -log concentration of H+. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മളുടെ സൊല്യൂഷൻ HCl ആണ്. HClൻ്റെ അയോണൈസേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ നമുക്കൊന്ന് നോക്കാം. HCl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? HCl ഡിസോസിയേറ്റ് ചെയ്യുന്നത് H+ഉം Cl- ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു HCl ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് ഒരു H+ഉം ഒരു Cl- കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 10 HCl ഉണ്ടായിരുന്നെങ്കിലോ? 10 HCl ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് ഒരു 10 H+ഉം കിട്ടും, 10 Cl- കിട്ടും. ദാറ്റ് മീൻസ് എത്ര HCl ഉണ്ടോ അത്രയും H+ഉം കിട്ടും, അത്രയും Cl- കിട്ടും. ഓക്കെ അല്ലേ? എത്ര എത്ര HCl ആണോ ഉള്ളത് അതിനനുസൃതമായിട്ട് അത്രയും H+ഉം അത്രയും Cl- നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് HCl 10 ഉണ്ട്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു 10 H+ഉം 10 Cl- കിട്ടും. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് HClൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാറാണ്. അങ്ങനെയാണെങ്കിൽ H+ഉം Cl- എത്രയാണ്? രണ്ടും 1 മോളാറാണ്. എത്രയാണോ HCl അത്ര തന്നെയാണ് H+ഉം Cl-. അങ്ങനെ പറയാൻ കാര്യം എന്താണ്? HCl ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എത്ര HCl ഉണ്ടോ അത്ര തന്നെ H+ഉം വേണം, അത്ര തന്നെ Cl- വേണം അല്ലേ. അപ്പോൾ HClൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണോ അത് തന്നെയാണ് H+ൻ്റെയും Cl-ൻ്റെയും കോൺസെൻട്രേഷൻ. അപ്പോൾ HClൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് ഇവിടെ? 0.1 മോളാറാണ്. H+ൻ്റെ കോൺസെൻട്രേഷനും എത്ര തന്നെയായിരിക്കും? 0.1 മോളാറായിരിക്കും. Cl-ൻ്റെയും 0.1 മോളാറായിരിക്കും. അപ്പോൾ Cl- നമുക്ക് ഇവിടെ ആവശ്യമില്ല, നമുക്ക് PH കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് മാത്രം മതി? H+ൻ്റെ കോൺസെൻട്രേഷൻ മാത്രം മതി. സോ H+ൻ്റെ കോൺസെൻട്രേഷനും എത്ര തന്നെ വരും? 0.1 മോളാർ അല്ലേ. H+ൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി. സോ PH is equal to -log concentration of H+ ആണ്. H+ൻ്റെ കോൺസെൻട്രേഷൻ 0.1 മോളാർ ആണ്. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് വിൽ ബി ഗെറ്റിംഗ് 1. PH is equal to 1.
അടുത്തത് കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് m/100 HCl. നോർമലി അങ്ങനെ ചോദിക്കാറുണ്ട്. m/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ്സ് 1/100 മോളാറാണ്. 1/100 എന്ന് പറഞ്ഞാൽ 1/100 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 10⁻⁻2 അല്ലെങ്കിൽ 0.01 മോളാർ. ഓക്കെ, വെറുതെ അത് ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കുക, m/100 എന്ന് പറഞ്ഞാൽ 1/100 ഇൻറ്റു m, ശരിയല്ലേ? 1/100 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 10⁻⁻2 അല്ലെങ്കിൽ 0.01. അപ്പോൾ നമ്മൾ മൊളാരിറ്റി അങ്ങനെ തന്നെ എഴുതി, ഇറ്റ്സ് 0.01 മോളാർ HCl. 0.01 മോളാർ HCl ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നേരത്തെ അതേ പ്രോബ്ലം പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? HClൻ്റെ കോൺസെൻട്രേഷനേ നമുക്കറിയുള്ളൂ. അതിൽ നിന്ന് H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് HClൻ്റെ അയോണൈസേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ എഴുതുക. HCl ഡിസോസിയേറ്റ് ചെയ്യുന്നത് H+ഉം Cl- ആയിട്ടാണ്. And that is 1 molar HCl will give 1 molar H+ and 1 molar Cl-. Okay, therefore 0.01 molar HCl ഉണ്ടെങ്കിൽ it will give 0.01 molar H+ and 0.01 molar Cl-. ഓക്കെ, അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? HClൻ്റെത് എത്രയാണോ അത്ര തന്നെയാണ് H+ഉം. സോ H+, കോൺസെൻട്രേഷൻ ഓഫ് H+ is equal to 0.01 molar. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ആൻസർ 2. pH 2 ആണ്. നെക്സ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.01 മോളാർ H2SO4. സൾഫ്യൂരിക് ആസിഡിൽ pH കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ എത്രയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ തന്നിരിക്കുന്നത്? 0.01 മോളാറാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സൾഫ്യൂരിക് ആസിഡിൻ്റെ അയോണൈസേഷൻ ഡിസോസിയേഷൻ എഴുതാം. എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുക? 2H+ഉം SO4 2- ആയിട്ടാണ്. നമ്മൾ ഓൾറെഡി ബേസിക് ക്ലാസ്സിൽ ഡിസോസിയേഷൻ പഠിച്ചതാണ്. H2SO4 will ionize into 2H+ and SO4 2-. 2H+ഉം SO4 2- ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ സ്പ്ലിറ്റിംഗ് ഒന്ന് എഴുതി. H2SO4 gives 2H++ SO4 2-. ഇനി നിങ്ങൾ നോക്കൂ, H2SO4ൽ നിന്ന് ഒരു H2SO4ൽ നിന്ന് നമുക്ക് എത്ര H+ കിട്ടുന്നുണ്ട്? 2 H+ കിട്ടുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 H2SO4 ഉണ്ടെങ്കിലോ? 2 H2SO4 ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് 4 H+ കിട്ടും. ഓക്കെ, 3 H2SO4 ഉണ്ടെങ്കിലോ? 3 H2SO4 ഉണ്ടെങ്കിൽ 6 H+ കിട്ടും. ദാറ്റ് മീൻസ് എത്രയാണോ H2SO4 അതിൻ്റെ ഡബിളാണ് ആര്? H+. ശരിയല്ലേ? എന്താ നമ്മളങ്ങനെ എഴുതാൻ കാരണം? നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി നോക്കുക. H2SO4 gives 2H+. ഒരു മോളിക്യൂള് H2SO4ൽ നിന്ന് നമുക്ക് 2 H+ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് എത്ര സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂൾ ഉണ്ടോ അതിൻ്റെ ഡബിളാണ് H+ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ H2SO4ൻ്റെ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നത് 0.01 മോളാറാണ്. ഓക്കെ, അപ്പോൾ H+ എത്ര വരും? 0.01 ഇൻറ്റു 2, അതിൻ്റെ ഡബിൾ വരും അല്ലേ? 0.01ൻ്റെ ഡബിൾ വരും. 0.01 ഇൻറ്റു 2 വിച്ച് ഇസ് 0.02. കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയാണ്? 0.02. ഇത് നേരെ pHൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. pH is equal to minus log concentration of H+. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക and will be getting answer 1.69. ഓക്കെ, നേരെ ആദ്യം എഴുതി നമ്മൾ ഡിസോസിയേഷൻ എഴുതിയപ്പോൾ നമ്മൾ കണ്ടു ഒരു സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് 2 H+ കിട്ടുന്നുണ്ട്. സോ സൾഫ്യൂരിക് ആസിഡ് എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് H+. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ സൾഫ്യൂരിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ 0.01 ആയിരുന്നു. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ 0.01 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 0.02. അങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടി, H+ കിട്ടി. നേരിട്ട് pHൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, pHൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.02 മോളാർ NaOH. NaOHൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യണം. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.02 മോളാർ. NaOHൻ്റെ അയണൈസേഷൻ നമുക്കറിയാം. NaOH will ionize into Na+ and OH-. ഡിസോസിയേഷൻ നമ്മൾ പഠിച്ചതാണ്. NaOH എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? Na+ഉം OH- ആയിട്ട്. താഴെ ആ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുക. NaOH gives Na++ OH-. ദാറ്റ് ഇസ്, ഇവിടെ നമുക്ക് ഏതിൻ്റെ കോൺസെൻട്രേഷനാണ് ഡയറക്റ്റ് കിട്ടുക? H+ ആണോ കിട്ടുക? OH- ആണോ കിട്ടുക?
NaOH നിന്ന് നമുക്കൊരിക്കലും ഡയറക്റ്റ് H+ കിട്ടില്ല, പകരം കിട്ടുന്നത് OH- കോൺസെൻട്രേഷനാണ്. OH- കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ആദ്യം POH കാൽക്കുലേറ്റ് ചെയ്യും. POH കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻ ഉപയോഗിച്ച് pHൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ നമുക്ക് നോക്കാം. 1 molar of NaOH will give 1 molar Na+ and 1 molar OH-. That means NaOH എത്രയാണോ അത്ര തന്നെയാണ് OH- കോൺസെൻട്രേഷൻ. Therefore 0.02 molar of NaOH will give 0.02 molar of Na+ and 0.02 molar of OH-. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് OH- കിട്ടി. ഇറ്റ് ഇസ് 0.02 molar. നമ്മൾ ഈ ഒരു OH- കോൺസെൻട്രേഷൻ വെച്ച് ആദ്യം POHൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. POH is equal to minus log concentration of OH-, which is substitute ചെയ്യുക minus log 0.02 and will be getting 1.69. അവിടെ പ്രോബ്ലം നിർത്താവോ? ഇല്ല. നമ്മളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്? pH കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ POH വരെയാണ് എത്തിയത്. ഇനി pH കാൽക്കുലേറ്റ് ചെയ്യണം. pH കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ pH + POH is equal to 14. അപ്പോൾ നമുക്കിവിടെ POHൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 1.69. സോ അതിൽ നിന്ന് നമുക്ക് pH കാൽക്കുലേറ്റ് ചെയ്യാം. pH is equal to 14 - POH, which is equal to 14 - 1.69, which is equal to 12.31. ഓക്കെ, ആദ്യം NaOH ആയിരുന്നതുകൊണ്ട് ആദ്യം POH കാൽക്കുലേറ്റ് ചെയ്തു, അതിനുശേഷമാണ് pH കാൽക്കുലേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സാധാരണ രീതിയിൽ 5 അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ pH ഓഫ് എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻ 4 gram of NaOH in 500 ml. 4 gram of NaOH in 500 ml. അപ്പോൾ ഇത്രയും നേരം നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് കോൺസെൻട്രേഷൻ തന്നിരുന്നു. എത്രയാണോ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അത് നമുക്ക് ഇത്രയും നേരമുള്ള എല്ലാ ക്വസ്റ്റ്യനിലും തന്നിരുന്നു. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കോൺസെൻട്രേഷൻ തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം pH കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും മൊളാരിറ്റിയാണ് നോർമലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത്. സോ നമ്മൾ മൊളാരിറ്റി തന്നെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ അല്ലേ? അപ്പോൾ മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൊളാരിറ്റി M is equal to W/M × 1000/V. ഓക്കെ, എല്ലാ സംഭവങ്ങളും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. W 4 ആണ്. M മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് NaOHൻ്റെത് 40 ആണ്. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോള്യൂം എന്ന് പറയുന്നത് 500 ml ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൊളാരിറ്റി നമുക്ക് 0.2 molar എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ NaOHൻ്റെ ഡിസോസിയേഷൻ ഓർത്ത് നോക്കുക. ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. NaOHൻ്റെ ഡിസോസിയേഷൻ NaOH will give Na++ OH-. ദാറ്റ് മീൻസ് എത്ര NaOH ഉണ്ടോ അത്ര തന്നെ OH- ഉണ്ട് അല്ലേ? അപ്പോൾ 0.2 ആണ് NaOH എങ്കിൽ 0.2 തന്നെയാണ് Na+ഉം 0.2 തന്നെയാണ് OH-ഉം. സോ OH-ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി. ഇറ്റ്സ് 0.2. OH- കോൺസെൻട്രേഷൻ കിട്ടിയതിൽ നിന്ന് നമ്മൾ POHൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. POH is equal to minus log concentration of OH-, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക -log 0.2 and will be getting 0.69. പ്രോബ്ലം അവിടെ നിർത്തരുത്. എപ്പോഴും എക്സാമിന് പലരും തെറ്റിക്കുന്നത് അങ്ങനെയാണ്. ഡയറക്റ്റ് അത് pH എന്ന് പറഞ്ഞ് എഴുതിയിട്ട് പോരും. അല്ല, നമുക്ക് NaOH ആണ് തന്നത്, നമ്മളിപ്പോൾ POH കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് എന്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്? pHും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. pH എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? pH + POH is equal to 14 എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. pH is equal to 14 - POH, which is equal to 13.3. അപ്പോൾ ഇത് 3 സ്റ്റെപ്പായിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുക. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് കോൺസെൻട്രേഷൻ തന്നിട്ടില്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റി കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ NaOH എന്ന് പറയുമ്പോൾ OHൻ്റെ കോൺസെൻട്രേഷനാണ് അറിയുക. സോ POH കാൽക്കുലേറ്റ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ POH വാല്യൂ ഉപയോഗിച്ച് pH കാൽക്കുലേറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലുള്ള ഒരു പ്രോബ്ലം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ശ്രദ്ധയോടുകൂടി ചെയ്യാം. എപ്പോഴും പറ്റുന്ന മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു. POH കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോരരുത്. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം.
POH കിട്ടിക്കഴിഞ്ഞ് PH തമ്മിലുള്ള റിലേഷൻ ഉപയോഗിച്ച് PHയിലേക്ക് ആൻസർ എത്തിച്ചിട്ട് വേണം നിർത്താൻ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടും ക്ലാസ്സിൽ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് തന്നെ പഠിക്കുക. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് എഴുതി തന്നെ പഠിച്ചിട്ട് നോട്ടിലേക്ക് എഴുതുക. ഓക്കെ.